ഇന്നലെ യുഎസ് വിപണികളെല്ലാം ക്ലോസ് ചെയ്തത് പോസിറ്റീവാണ്. എല്ലാ ഇൻഡെക്സുകളും 1% മുകളിലാണ് ക്ലോസ് ചെയ്തത്. യുദ്ധം നിർത്തിയതിനെ തുടർന്നുള്ള പോസിറ്റിവിറ്റി എല്ലാ മാർക്കറ്റിലും തുടരുന്നു എന്ന് വേണം കരുതാൻ വേണ്ടിയിട്ട്. അതുപോലെ അമേരിക്ക പലിശ നിരക്ക് കുറയാനുള്ള സാധ്യതയും തീരുവ വിഷയത്തിൽ അമേരിക്ക വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവുന്നു എന്ന തരത്തിലുള്ള ഒരു സൂചനകളും മാർക്കറ്റിൽ കിട്ടിയിട്ടുണ്ട്. ഇത് രണ്ടും മാർക്കറ്റിനെ സംബന്ധിച്ച് വളരെയധികം പോസിറ്റീവായിട്ടാണ് വരുന്നത്. നാറ്റോ രാജ്യങ്ങളുടെ മീറ്റിംഗിൽ ഇറാനുമായിട്ടുള്ള ചർച്ച അടുത്ത ആഴ്ച തന്നെ ആരംഭിക്കും എന്ന് ട്രംപിന്റെ ഭാഗത്തു നിന്ന് ഒരു അനൗൺസ്മെന്റ് ഉണ്ട്. ഇത് മാർക്കറ്റിനെ സംബന്ധിച്ച് പോസിറ്റീവാണ്. വെടിനിർത്തലിനെ തുടർന്ന് ബാക്കി പിന്നീട് അനിഷ്ട സംഭവങ്ങളൊന്നും ഉണ്ടാകാതിരുന്നതും മാർക്കറ്റ് വളരെ പോസിറ്റീവായിട്ടാണ് എടുക്കുന്നത്. യുഎസ് വിപണിയുടെ GDP ഡാറ്റ കുറഞ്ഞത് തരത്തിലുള്ള വാർത്തകൾ വന്നത് വീണ്ടും ഒരു ഇൻട്രസ്റ്റ് റേറ്റ് കട്ടിന് ഒരാക്കം കൂട്ടുന്നുണ്ട്. ഇതേ തുടർന്ന് ട്രംപും ഫെഡ് ചെയർമാനും തമ്മിലുള്ള ഒരു തർക്കം, അത് പലിശ തർക്കം നിലനിൽക്കുന്നു എന്ന് വേണം കരുതാൻ. മെയിലാണ് പവലിന്റെ കാലാവധി അവസാനിക്കുന്നത്. ഒരുപക്ഷെ അതിനു മുമ്പ് പവല് മാറാനുള്ള ഒരു സാധ്യത പലരും കൽപ്പിക്കുന്നുണ്ട്. അവിടെ ജോബ്ലെസ് ക്ലെയിം ഡേറ്റ വീണ്ടും ഹയർ ലെവലിൽ തന്നെയാണ് നിൽക്കുന്നത്. അല്പം കുറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹയർ ലെവലിൽ തന്നെയാണ് നിൽക്കുന്നത്. ഏതാണ്ട് നവംബർ 2021 അതേ നിരക്കിൽ തന്നെയാണ് നിൽക്കുന്നത്. അപ്പം അതുകൂടാതെ തന്നെ US എക്കണോമി വളർച്ച മുരടിക്കുന്നു എന്ന തരത്തിലുള്ള, അതായത് 0.5% വളർച്ച കുറയുന്നു എന്ന തരത്തിലുള്ള ഡേറ്റകളാണ് പുറത്തു വന്നത്. ഡ്യൂറബിൾ ഗുഡ്സ് ഡേറ്റ വന്നത് വളരെ പോസിറ്റീവാണ്. 6.6%ഓളം വർദ്ധിച്ചതായിട്ടാണ് ഡേറ്റകൾ കാണുന്നത്. അപ്പോൾ റേറ്റ് കട്ടിനുള്ള ഒരു ഹോപ്പ് പ്രധാനമായിട്ട് വരുന്നത് അമേരിക്കൻ മാർക്കറ്റിനെ സംബന്ധിച്ച് വളരെയധികം പോസിറ്റീവായിട്ടാണ് നിൽക്കുന്നത്. അതുപോലെ താരിഫ് റിലേറ്റഡ് ചർച്ച ജൂലൈ 9 ലാസ്റ്റ് ഡേറ്റ് പറഞ്ഞിരുന്നത്. അന്ന് തീരുമാനമാകാത്ത രാഷ്ട്രങ്ങൾക്ക് പറഞ്ഞ രീതിയിലുള്ള താരിഫ് ചുമത്തും എന്ന തരത്തിൽ മുൻകൂട്ടി ട്രംപിന്റെ ഭാഗത്തു നിന്ന് ഒരു അനൗൺസ്മെന്റ് വന്നിരുന്നു. അതേസമയം ഇത് പല രാജ്യങ്ങളുമായിട്ട് ഡീലായില്ല. UK മാത്രമാണ് ഏകദേശം ഒരു ധാരണയായത്. ബാക്കിയൊന്നും ഒരു പ്രത്യേകിച്ച് ഒരു ധാരണയില്ല. അപ്പൊ ഇത് നീട്ടിവെക്കാനുള്ള ഒരു സാധ്യതയുണ്ട് എന്ന തരത്തിൽ വൈറ്റ് ഹൗസിന്റെ ഭാഗത്തു നിന്ന് ഒരു അനൗൺസ്മെന്റ് വന്നു. ഇതും മാർക്കറ്റിനെ സംബന്ധിച്ച് മറ്റൊരു പോസിറ്റീവാണ്. US ട്രേഡ് ഡെഫിസിറ്റ് വളരെയധികം ഉയരുന്നു എന്ന തരത്തിലുള്ള വാർത്തയുണ്ട്. ഈ താരിഫ് റിലേറ്റഡ് ഇഷ്യൂ ഒക്കെ വന്നതോടുകൂടി എക്സ്പോർട്ട് വളരെയധികം കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് കൂടാതെ തന്നെ ഇത്തരത്തിലുള്ള പല ഡേറ്റകൾ വരുന്നത് എക്കണോമിയെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രഷർ നേരിടുന്നു എന്നുള്ളതിന്റെ ഒരു സൂചനയാണ്. മറ്റൊന്ന്, NVIDIA ലിസ്റ്റഡ് കമ്പനികളിൽ ഏറ്റവും മൂല്യമുള്ള ഒരു കമ്പനിയായി മാറിയിരിക്കുകയാണ്. ചൈനയുടെ കയറ്റുമതി നിയന്ത്രണങ്ങളൊന്നും AI രംഗത്തെ ഈ കമ്പനിയെ ബാധിക്കത്തില്ല എന്നുള്ള വിധത്തിലാണ് NVIDIA വളരെയധികം ഉയർന്നത്. യൂറോപ്യൻ മാർക്കറ്റും ഇന്നലെ പോസിറ്റീവായിട്ട് തന്നെ ആണ് ക്ലോസ് ചെയ്തത്. ജപ്പാനിലെ സ്പെയർ പാർട്സ് നിർമ്മാണ കമ്പനി പൈനിയറിനെ തായ്വാനിലെ കാറോസ് കമ്പനി ഏറ്റെടുത്തു എന്നുള്ള തരത്തിലുള്ള വാർത്തകൾ വരുന്നുണ്ട്. ഇനി ഇന്ത്യൻ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ മാർക്കറ്റ് ഇന്നലെ 304 പോയിന്റിന്റെ വർധനയോടുകൂടി നിഫ്റ്റി 25,550 ലെവലിൽ ക്ലോസ് ചെയ്തു. സെൻസെക്സ് 1000 പോയിന്റ് നേട്ടത്തോടുകൂടി 83,755 ക്ലോസ് ചെയ്തത്. മെറ്റൽ, ഓയിൽ ആൻഡ് ഗ്യാസ്, നിഫ്റ്റി ഫിനാൻഷ്യൽ സർവീസ് എല്ലാം പ്രൈവറ്റ് ബാങ്ക്സ് അടക്കം എല്ലാം പോസിറ്റീവായിട്ടാണ് ഇന്നലെ ക്ലോസ് ചെയ്തത്. IT കൺസ്ട്രക്ഷൻ മീഡിയയൊക്കെയാണ് ഇന്നലെ നെഗറ്റീവായിട്ട് ക്ലോസ് ചെയ്തത്. നിഫ്റ്റി ബാങ്ക് ഏതാണ്ട് ഓൾ ടൈം ഹൈയിലെത്തി 12.5% റിട്ടേൺ ആണ് 2025 ഇത്രയും നാള് നിഫ്റ്റി ബാങ്ക് നൽകിയത്. ഇത് എല്ലാ ബാങ്കിങ് സ്റ്റോക്കുകളും പ്രത്യേകിച്ച് പ്രൈവറ്റ് ബാങ്കുകളെല്ലാം പോസിറ്റീവായിട്ട് തുടരുന്നുണ്ട്. ബാക്കിയുള്ള എല്ലാ വിപണികളും പോസിറ്റീവായിട്ട് തന്നെ നിൽക്കുന്നത്. ആഗോള രംഗത്ത് പലധികം സാമ്പത്തിക പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻ